എന്റെ കാഴ്ചപ്പാടിൽ അതല്ല സൗന്ദര്യം. എന്താണ് അത് കേൾക്കട്ടെ. അല്ല, എന്റെ കാഴ്ചപ്പാടിലെ സൗന്ദര്യം ഞാൻ പറഞ്ഞില്ലേ. എനിക്കിപ്പോ ഞാൻ ഒരാളെ ഓക്കെ ഇവര് ഭയങ്കര സുന്ദരിയടി, ഭയങ്കര, ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇവള് കുറെ നാളുകൊണ്ട് ഇപ്പൊ എന്നെ കൂടെ നടക്കുന്നതുകൊണ്ട് ഞാൻ അടിപൊളി അങ്ങനെ പറയത്തില്ല. ഞാൻ ഒരാളുമായിട്ട് അടുക്കുന്നതിലാണ് എനിക്ക് പെട്ടെന്ന് ഒരാളുമായിട്ട് കണക്ഷൻ കിട്ടത്തില്ല. ഞാൻ അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ അവർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് ഞാൻ പറയുന്നത്. അതാണായാലും പെണ്ണായാലും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അത് പുതിയ ട്രെൻഡ് വന്നാലും പഴയ ട്രെൻഡ് ഫോളോ ചെയ്താലും ഏത് ട്രെൻഡ് ഫോളോ ചെയ്താലും ഞാൻ അങ്ങനെയാണ്. വലിയ നന്മമരം കളിക്കുന്നതല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ജെന്യുവിനാണ്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ഈ സൗന്ദര്യബോധത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് പരിണാമപരമായി ഇൻസ്റ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതാണ്, ഇത് കൊള്ളാം എന്നൊക്കെ സജഷൻസ് വരും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഒരാളെ നോക്കുന്നതൊക്കെ, കണ്ണിൻ്റെയൊക്കെ. അത്തരം കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചുകൂടെ കാലത്തിന് നമ്മൾ പ്രോഗ്രസീവായിട്ട് സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ പുതിയൊരു സൗന്ദര്യ ബോധത്തിൽ ഈ പറയുന്ന എല്ലാ കാറ്റഗറിയും ഉൾക്കൊള്ളേണ്ടതില്ലേ? അതിനെ പറ്റിയിട്ട് നമ്മളൊക്കെ തന്നെയല്ലേ വർത്താനം പറയേണ്ടത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം നിന്നപ്പോൾ, ഒരു കല്യാണം കഴിഞ്ഞ 2ാമത്തെ ദിവസമാണ് ഞാൻ മുടി വെട്ടിയത്. എനിക്ക് വലിയ മുടിയായിരുന്നു, ഞാൻ പോയി മുടി വെട്ടി. എനിക്കപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടല്ല ഞാൻ മുടി വെട്ടിയത്. കാരണം എനിക്ക് മുടി വെട്ടാൻ തോന്നി, ഞാൻ അങ്ങ് പോയി മുടി വെട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോ കാണാം, മുടി വെട്ടിയത് എന്ത് കോലം, അമ്മച്ചി കോലം, മുടി വളർത്തിക്കൂടെ. ഞാൻ ഒരിക്കലും ബാക്കിയുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയില്ല. എനിക്ക് എന്നെ കാണണമെന്നൊരു ഇതുണ്ട്. എനിക്കിത് എന്നെ ഇങ്ങനെ കാണണം. ഞാൻ എങ്ങനെ അവർക്ക് എന്നെ എങ്ങനെ കാണുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ എല്ലാം നടക്കാം. എൻ്റെ മൊത്തത്തിൽ ഈ ഒരു വേഷത്തിലായിരിക്കില്ല എന്നെ കാണുന്നുണ്ടായിരിക്കുക. പക്ഷെ എനിക്കൊരു ഇതുണ്ട്, ഹില എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ. പക്ഷെ നാളെ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് ഇത് മാറ്റി എനിക്ക് തോന്നും മുട്ടോളം മുടി വേണം എന്ന് തോന്നും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇപ്പോൾ നാളൊരു ദിവസം എന്നോട് വന്ന് പറയാം, നിൻ്റെ മുഖത്തൊക്കെ ആകെ തടിച്ച് കൊഴുത്തല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അതെ ഞാൻ ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ തടിയാന്ന് ഞാൻ പറയും. എനിക്കൊരിക്കലും ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരുങ്ങി. എനിക്ക് തോന്നും ചെയ്യും. അത് പണ്ടൊട്ടല്ല, ഇപ്പോഴെന്നല്ല, പണ്ടൊട്ടേ ആൾക്കാരെ ആ കാര്യത്തിൽ തന്നെ ഫോളോ ചെയ്യണം. നമ്മൾ എത്ര കാലം ബാക്കിയുള്ളവരെ സുഖിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും? സൗന്ദര്യം പോട്ടെ, ഏതൊരു കാര്യം നമുക്ക് എത്ര കാലം ഒരാളെ സുഖിപ്പിച്ച് ജീവിക്കാൻ പറ്റും? അത് മാറ്റിയേ പറ്റൂ. ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ടെ, നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് നടക്കാം. ഈ ബോൾഡ്നെസ്സിനെ നമുക്ക് നമസ്കരിക്കാം. ശരിക്കും ഇത്തരത്തിൽ അഭിപ്രായം പറയുന്ന, വളരെ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഒരുപക്ഷെ സൗന്ദര്യം എന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? അങ്ങനെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇവരൊക്കെ സുന്ദരികളാകുന്നത് ഇതുകൊണ്ട് കൂടിയാണ്. ഈ പറയുന്ന ഇവരുടെ അഭിപ്രായങ്ങൾ ആരുടെ മുമ്പിലും ഒളിച്ചു വെക്കാതെ പറയാനും കൂടെ കഴിയുന്നത് കൊണ്ടാണ് വ്യൂവേഴ്സ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളും ഇവരെ കൈയടിക്കുന്നത്. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. ഫാഷൻ ലോകത്തെക്കുറിച്ചും ബ്യൂട്ടിയെക്കുറിച്ചും ഒക്കെ വ്ളോഗിങ്ങിനെ കുറിച്ചും ഒക്കെ നിങ്ങളോട് സംവദിച്ച ഇവർക്ക് ഒരു മൊമെന്റോ നൽകുന്നതിനായി സംവിധായകൻ തരുൺ മൂർത്തിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അശ്വി മലയാളത്തിലൂടെ, അശ്വി വ്ളോഗ്സിലൂടെ നിങ്ങൾക്കൊക്കെ സുപരിചിതയായ അശ്വതി. അടുത്ത മൊമെന്റോ നൽകുന്നത് ജാസ്മിനാണ്.